നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ലോക ചാപ്റ്റർ 1 വലിയ വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 300 കോടിക്കടുത്തേക്ക് ഇനി എത്താനായിട്ട് വെറും 20 കോടിയുടെ കുറവ് മാത്രമേ ആ സിനിമയ്ക്കുള്ളൂ. അതും ആ ചിത്രം നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ടോട്ടൽ ബിസിനസ്സിൽ അത് 300 കോടിയോളം എത്തിയിട്ടുണ്ടാകാം. കാരണം അത് OTTയുടെ ബിസിനസ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതുവരെ അത് പുറത്തു വിട്ടിട്ടില്ല. OTT സംപ്രേഷണം എന്നാണ് ആരംഭിക്കുക എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 300 കോടി എത്താതെ സിനിമ OTTയിൽ എത്തുകയില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇപ്പോൾ ഇന്ന് വളരെയധികം വിസ്മയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെറിയൊരു പരസ്യം ഇട്ടിരുന്നു. 11 മണിയാകുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് എന്ന് ലോക ടീമിൻ്റെ വക ഒരു ചെറിയൊരു ആഡ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്ന് അത് വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 11 മണിക്ക് ഇടാമെന്ന് പറഞ്ഞു, പക്ഷേ 12 മണി 12:30 കൂടിയിട്ടാണ് ഇത് എയറിൽ വന്നത്. എയറിൽ വന്നതിന് ശേഷം കാണുന്ന കാഴ്ച, ഇത് എങ്ങോട്ടാണ് ഈ ലോകയുടെ യാത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ചിത്രത്തിൻ്റെ ആ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ടീസർ വലിയ വൈറലായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിപ്പോൾ ആ തരംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചാത്തനായിട്ട് വരുന്ന ടൊവിനോയും അതുപോലെ ഒടിയനായിട്ട് വരുന്ന നമ്മുടെ സ്വന്തം ചാർലി ദുൽഖറും ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം. എന്താടാ നീ വിളിക്കാത്ത, എനിക്കൊരു 50 കൊല്ലം ഇടയ്ക്ക് കൂടുമ്പോഴെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ, അല്ലെങ്കിൽ ഒരു 100 കൊല്ലം കൂടുമ്പോഴൊക്കെ പറഞ്ഞ രസകരമായ രീതിയിൽ ചാത്തൻ്റെതായിട്ട് തമാശകളുമായിട്ട് ആ സ്വർണ്ണപ്പല്ലും കാട്ടി ചിരിച്ചുകൊണ്ട് കിടിലൻ ഗെറ്റപ്പിൽ കിടിലം സ്റ്റൈലിഷ് ആയിട്ടുള്ള ചില മൂവ്മെൻറ്റ്സിലൂടെ ടൊവിനോ തൻ്റെ കഥാപാത്രത്തെ ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരുന്ന് അല്പം ഗൗരവമായ ഭാവത്തിൽ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഖറിൻ്റെ ഒടിയൻ കഥാപാത്രം ചാത്തന്മാരുടെ കുടുംബത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും ചാർലിയും മൈക്കിളും ലെജൻസ് ആണെന്ന് നമ്മളെ വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ ഈ ഒരു ടീസർ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ചാപ്റ്റർ 2 ആരാണ് വരിക എന്ന് വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ടൊവിനോയുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, നമുക്കറിയാം കഴിഞ്ഞ 1ാം ഭാഗത്തിൽ അവസാനം കാണിച്ച ആ വില്ലൻ ക്യാരക്ടറായിട്ടുള്ള ടൊവിനോ ആ ചാത്തൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂത്തോൻ അവനെ പിടിക്കാൻ നടക്കുമ്പോൾ മൂത്തോനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചാത്തനുമാണ്, മൈക്കിൾ എന്ന ചാത്തനുമാണ് അവൻ്റെ യഥാർത്ഥ ശത്രുക്കൾ എന്നുള്ള രീതിയിലാണ് ഈ വില്ലൻ കഥാപാത്രം വരുന്നത്. ഏതായാലും ചാത്തന്മാരുടെ ഒരു കളി തന്നെയായിരിക്കും ആ സിനിമ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സഹായത്തിനായിട്ട് ദുൽഖർ എത്തുമോ എന്ന് ചോദിക്കുമ്പോൾ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ഡയലോഗൊക്കെ വളരെ രസകരമായിട്ട് തന്നെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ടീസറിൻ്റെ മുന്നോട്ടുള്ള യാത്ര. ഇതിനെക്കുറിച്ചൊരു വലിയൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അത്യാവശ്യം നല്ല ജോലി തിരക്കൽ മൂലമാണ് അത് ഇടാൻ വൈകിയത്. അതിൽ വളരെയധികം ഖേദം രേഖപ്പെടുത്തുന്നു. ഇത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കരുതുന്നു. ആ ടീസർ ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു 2ാം